ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ ഏവനെയും തീപ്പൊയ്കയിൽ തള്ളും. ആരൊക്കെയായിരിക്കും അവിടെ നിൽക്കുന്ന പ്രതികൾ? ഏതാ ഈ തീപ്പൊയ്കയിലേക്ക് പോകുന്ന പുള്ളികൾ? ആരൊക്കെയാ? അതൊന്നും പറയേണ്ട കാര്യമാണ്. പറയാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പാടാൻ പോവുക. ഹല്ലേലൂയ. ഈ പാട്ട് കേൾക്കുമ്പോ പ്രതികൾ ആരൊക്കെയാണെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ധാരണ അങ്ങോട്ട് പിടികിട്ടും. ഹല്ലേലൂയ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. യോഗത്തിന് വന്നിരുന്നെന്നും പറഞ്ഞു പ്രസംഗം കേട്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല കേട്ടോ. ഇതിനൊരു മിനിമം ഇടപാടുണ്ട്. അതനുസരിച്ചാൽ രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. കേട്ടോ, അന്ന്, ഇപ്പോഴല്ല, അന്ന് രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. അപ്പൊ പ്രതികൾ ആരൊക്കെയാ? കേട്ടോണേ. വെറ്റില മുറുക്കുകാരും പീടിപ്പൊടി കള്ളുകുടിയന്മാരും, വെറ്റില മുറുക്കുകാരും പീടിപ്പൊടി കള്ളുകുടിയന്മാരും, കള്ളം പറയുവർ സൂത്രക്കാർ ജാലക്കാർ എല്ലാവരും വന്നേ മതിയാവും. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. ഒന്നുകൂടെ. വെറ്റില മുറുക്കുകാരും പിടിപ്പൊടി കള്ളുകുടിയന്മാരും, വെറ്റില മുറുക്കുകാരും പിടിപ്പൊടി കള്ളുകുടിയന്മാരും, കള്ളം പറയുവർ സൂത്രക്കാർ ജാലക്കാർ എല്ലാവരും വന്നേ മതിയാം. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. കേട്ടോ, വെറ്റില മുറുക്കുകാർ, ബീഡി പൊടി കള്ളുകുടിയന്മാർ, കള്ളം പറയുന്നോർ സൂത്രക്കാർ ജാലക്കാർ. കേട്ടോ, ഇത്രേ നീളമുള്ള കൊച്ചു കുപ്പിയിലെ ആ കറുത്ത സാധനം തട്ടിയെടുത്ത കയ്യുടെ പുറത്തോട്ടിട്ടിട്ട് ഒരു വലിയൊരു നിപ്പൊക്കെയുണ്ട്. പൊടി വലിക്കുന്ന സകല പൊടിയന്മാരും കേട്ടോ, നിന്നെ പൊക്കിയെടുത്ത് എന്റെ കർത്താവ് ന്യായാസനത്തിന്റെ മുമ്പിൽ നിർത്തും. സ്തോത്രം. ചിലർ ചോദിക്കുന്നത് വെറ്റില മുറുക്കുന്നത് തെറ്റാണോ പാസ്റ്ററെ? എന്റെ ചോദ്യം, ശരിയാണോ ബ്രദറെ? ഒരുത്തനും വരത്തില്ല. ബാക്കി ഒരു കൂട്ടരെ കുറിച്ച് പറയാൻ പോവാം. കമ്പനി ഏജന്റന്മാർ, റൈറ്റർമാർ, കങ്കാണിമാരി വരും. കമ്പനി ഏജന്റന്മാർ, റൈറ്റർമാർ, കങ്കാണിമാരി വരും. കള്ള വ്യാപാരികൾ, കൈക്കൂലിപ്രിയർ, വെള്ള സിംഹാസന മുൻപാകെ വന്നി. കള്ള വ്യാപാരികൾ, കൈക്കൂലിപ്രിയർ, വെള്ള സിംഹാസന മുൻപാകെ വന്നി. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. അപ്പൊ ആരൊക്കെയാ? കമ്പനി ഏജന്റന്മാർ, റൈറ്റർമാർ, കങ്കാണിമാർ, കള്ള വ്യാപാരികൾ, കൈക്കൂലിപ്രിയർ. ഒരെണ്ണത്തിനെ വിടത്തില്ല. ഇവിടുത്തെ ഇന്റലിജൻസിന് നിന്റെ പേര് പിടികിട്ടിയില്ലേലും സ്വർഗത്തിലെ ഇന്റലിജൻസിന് എന്നേ പിടികിട്ടിയിരിക്കുക. അന്നേ നിന്റെ പേര് എഴുതിയിട്ടിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ നിന്റെ മേൽ പിടിവീഴും. ഹല്ലേലൂയ. അയ്യോ, നിങ്ങൾ ഒരുമാതിരി അങ്ങ് അന്തിച്ചിരിക്കുകയാണല്ലോ. നമുക്ക് ഒന്നിച്ചു പോകാമെന്നേ. ബാക്കി കൂട്ടരെ കുറിച്ച് പറയാൻ പോവുക. കേണൽ ഡിവിഷനയ്യ ഹെൽപ്പർമാർ, കമാൻഡർമാരും. കേണൽ ഡിവിഷനയ്യ ഹെൽപ്പർമാർ, കമാൻഡർമാരും. മൂപ്പൻ കണക്കൻ, കപ്പിയാർ സെക്രട്ടറി, മൂപ്പൻ കണക്കൻ, കപ്പിയാർ സെക്രട്ടറി എല്ലാവരും വന്നേ മതി. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. കേണൽ, ഡിവിഷൻ അയ്യ, ഹെൽപ്പർ അയ്യ, കമാൻഡർ അയ്യ, ഒരയ്യമാരെ വിടത്തില്ല. പിന്നെ മൂപ്പൻ, കണക്കൻ, കപ്പിയാർ, സെക്രട്ടറി, സകല പുള്ളികളെയും അതിന് മുമ്പിൽ കർത്താൻ കൊണ്ട് നിർത്തും. ഹല്ലേലൂയ. രക്തം, ജയം, സ്തോത്രം. ഇത്രയും പറയുമ്പോ ബാക്കി എല്ലാം പറയണ്ടതേ പറയുക. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരി വരും. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരി വരും.
സംഭവങ്ങളെല്ലാം മുറയായി ചോദിക്കും, ലജ്ജിച്ചവർ പിന്നെ പുറകൊണ്ടുപോയി. സംഭവങ്ങളെല്ലാം മുറയായി ചോദിക്കും, ലജ്ജിച്ചവർ പിന്നെ പുറകൊണ്ടുപോയി. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. മനസ്സിലായില്ലല്ലോ? ബൈബിൾ പറയുന്ന നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ചിലര് മുന്തിരിവള്ളി പോലെയല്ല, മത്തവള്ളി പോലെയാ. മനസ്സിലായില്ല? ഈ പറമ്പി കിളിർക്കും, ആ പറമ്പി കായ്ക്കും. പാതിവൃത്തിയാണില്ലാത്ത ഭാര്യ. അച്ഛന്മാരുടെ മുഖം കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് വിളി. ദേ വരുന്നു. പാതിവൃത്തിയാണില്ലാത്ത ഭർത്താവ്. ഒരെണ്ണത്തിന് എന്റെ ദൈവം ഇടത്തില്ല. ഹല്ലേലൂയ. സകലതിനെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ട് നിർത്തി സംഭവങ്ങളെല്ലാം മുറയായി ചോദിക്കും. ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് സുവിശേഷം പറയാണ്, ഇങ്ങനെ അങ്ങോട്ട് പറയണം. അവിടെ നിൽക്കെ, നിങ്ങളുടെ കാര്യം വരാൻ പോവാ. സ്നാനപ്പെട്ടിട്ടുള്ളോരും മറുഭാഷ തിട്ടമായി പേശിയോരും, സ്നാനപ്പെട്ടിട്ടുള്ളോരും മറുഭാഷ തിട്ടമായി പേശിയോരും, ഭാഷയെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളവർ എല്ലാവരും വന്നേ മതിയ. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. പലരും ചിന്തിച്ചത് സ്നാനപ്പെട്ട ശരിയാകുമെന്ന്. ഇല്ല, സ്നാനം എന്നത് തുടക്കമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സ്വർഗത്തിലൊന്നും പോകത്തില്ല. സ്നാനപ്പെട്ടാ പോരാ, ജീവിക്കണം. പിന്നെ ചിലരങ്ങോട്ട് പായിട്ടാ മതി, പിന്നെ അങ്ങ് തുള്ളലല്ലേ, കചടതവാന്ന് പറഞ്ഞങ്ങ് തുടങ്ങുക. രക്തം ജയം. നിന്റെ ചുമ്മാ ഉള്ള തുള്ളൽ ആർക്ക് വേണം? സ്തോത്രം. സ്നാനപ്പെട്ടിട്ടുണ്ട്, മറുഭാഷ തിട്ടമായി പേശിയിട്ടുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയും. നമ്മൾ ഈ കള്ളുകുടിയന്മാരെ നാട്ടുകാരെ കുറിച്ച് എല്ലാം പറയുന്നില്ലേ? അപ്പൊ പെന്തക്കോസിലെ കള്ളുകുടിയന്മാരോ? നാട്ടുകാർ കേൾക്കുന്നില്ല. എടാ, നിങ്ങളുടെ അവിടെ കള്ളു കുടിക്കുന്നവരില്ലയോ? അവരെ കുറിച്ച് ഞാൻ പറയാൻ പോവാ. അതെ, പെന്തക്കോസിനകത്ത് വന്നിട്ടും കോണപ്പെടാത്തവനെ കർത്താവ് എന്താ വെറുതെ വിട്ടേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോർഡ്സാ എനിക്കൊറ്റ മറുപടി ഉള്ളൂ, തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ തല്ലും ഇടപാടില്ല. അതുകൊണ്ടാണ്. ആരോട് പറയാൻ? തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒത്തിരി പുള്ളികളുണ്ട്. അവരെ തല്ലത്തില്ല, കാരണം തൂക്കിക്കൊല്ലാൻ വിധിച്ചേക്കുക. ഇതുപോലെയാ രക്ഷിക്കപ്പെട്ടിട്ട് ഇതിനകത്ത് കൃപയെ നിൽക്കാൻ മേലാതെ അതിലും ഇതിലേയും പോകുന്നവന് തല്ലാത്ത എന്താന്ന് ചോദിച്ചാൽ തൂക്കാൻ വിധിച്ചേക്ക് ഇനി എന്തിനാ തല്ലുന്നേ? അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഈ സ്വർണ്ണക്കൂടിനകത്ത് കിട്ടുന്ന ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ, സർക്കാർ നിരോധിച്ചേക്ക. അതിനെ അങ്ങോട്ട് എടുത്തങ്ങോട്ട് തിരുമ്മി അതിനെ അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് പിടിച്ച് ഒരു ഊതൊക്കെ അങ്ങോട്ട് ഊത്തി, അതെടുത്ത് ബലൂണ് വീർപ്പിക്കാൻ പിള്ളേർ അതിനെ വാ പിടിച്ച് വലിക്കുന്നത് പോലെ ഒരെണ്ണം മുകളിലോട്ടും ഒരെണ്ണം താഴോട്ടും ഒരെണ്ണം ഇടത്തോട്ടും ഒരെണ്ണം വലത്തോട്ടൊക്കെ കിറങ്ങി അങ്ങ് നടക്കുക. ശനിയാഴ്ച വൈകിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിലെ ഉള്ളതെല്ലാം അങ്ങോട്ട് ഉഴപ്പി അങ്ങോട്ട് തുപ്പിയിട്ട് ബൈബിളും എടുത്ത് കഷത്തി വെച്ചോണ്ട് ഞായറാഴ്ച പോയി ഇരിക്കുക തുള്ളാൻ. നിന്നെ കർത്താവ് വിടുകയല്ലെന്നേ പറഞ്ഞതിന്റെ അർത്ഥം. പിടികിട്ടുന്നുണ്ടോ? രാമയും പറ. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം വന്നേ പിന്നെ അതിനെ ആരെങ്കിലും അതിലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കോടതി നടപടി ഉണ്ടായിട്ടുണ്ട്. എടാ, ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടത്തിന് ഇത്രയും വിലയുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ പെരുമാറ്റച്ചട്ടത്തിന് ഒരു വിലയില്ലയോ? ആമേൻ. സ്തോത്രം. ഒരെണ്ണത്തിനും എടുത്തില്ല. സ്തോത്രം. ഇത്രയും പറഞ്ഞപ്പോ ഇനി ഒരു കൂട്ടരെ കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ? അവരെ കുറിച്ചുകൂടെ പറയാൻ പോകും. കണ്ണുകൾ കാട്ടിക്കൊണ്ട് അനേകരെ വിട്ടിയ നാരീജനം, കണ്ണുകൾ കാട്ടിക്കൊണ്ട് അനേകരെ വിട്ടിയ നാരീജനം, തീജ്വാല പോലുള്ള കണ്ണിൻ മുന്നിൽ അവർ വിഭ്രമചിത്തർ സന്താപം മൂകി, തീജ്വാല പോലുള്ള കണ്ണിൻ മുന്നിൽ അവർ വിഭ്രമചിത്തർ സന്താപം മൂകി. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. രാജരാജൻ മശീഹ സിംഹാസന പുസ്തകമായി വരുമേ. പിന്നെ നിനക്ക് രണ്ട് വലിയ കണ്ണ് കർത്താവ് തന്നിരിക്കുന്നത്, കണ്ണു തുറന്ന് ബൈബിള് വായിക്കാനും കണ്ണടച്ച് കർത്താവിനെ ആരാധിക്കാനും. അതിന് പകരം ഇടത്തോട്ടും വലത്തോട്ടും നോക്കി നേട ഇങ്ങനെ കാണിച്ചോണ്ടല്ലോ, കർത്താവ് നിന്നെ കയ്യോടെ പിടിക്കുമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. പിടികിട്ടിയെങ്കിൽ ഒരു ആമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ സകലമായ പുള്ളികളെയും ഈ ന്യായാസനത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്
ഈ തീപ്പൊയ്കയ്ക്കകത്തേക്കൊരു തളം. ആ കൂട്ടത്തിൽ ഇവിടെ നിൽക്കുന്ന ആരും ആകരുതെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, മിച്ചവണം ചെലവഴിക്കാൻ വേണ്ടിയല്ല ഈ യോഗം വെച്ചേക്കുന്നത്. ഈ യോഗം സുവിശേഷത്തിന്റെ സവിശേഷ സന്ദേശം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. നരകം പറഞ്ഞ് പേടിപ്പിച്ചു കൊണ്ടുവരുവാനൊന്നുമല്ല, സത്യം പറയുക. ഇന്ന് രാത്രി എന്റെ ദൈവം ന്യായാധിപതിയായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, എന്റെ ദൈവ രക്ഷകനായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ ഈ രക്ഷ ഉപയോഗിക്കാം, അല്ല ഇതിനെ തള്ളിക്കളഞ്ഞ് ഈ നരകത്തിലേക്ക് പോകാം. ഏതു വേണമെന്ന്